സോ ഗൈസ്, ഇറ്റ്സ് ബീൻ കുറച്ച് നാളായി നമ്മളൊരു ഗാരേജ് അപ്ഡേറ്റ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ എഡിഷനൊക്കെ നമ്മൾ ആഡ് ചെയ്തതാണ്. അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. നമ്മളൊരു ഫുൾ ഗാരേജ് അപ്ഡേറ്റും പുതിയ ഏത് വണ്ടിയാണ് നമ്മൾ എടുത്തതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വേറൊരു വീഡിയോ വരും. സോ ജസ്റ്റ് ഒരു ഷോർട്ടാണ്. സോ ഐ ബീൻ നോട്ട് യൂസിങ് ദീസ് ബൈക്സ്. കുറച്ച് നാളെ ഈ വണ്ടികളൊന്നും ഞാൻ ഉപയോഗിക്കാതെ കിടക്കുന്നു. കാരണം ഇപ്പം നിലവിൽ ഒരു ഡെയിലി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മൺസൂൺ സീസണാണ്. ഐ മീൻ സമ്മർ സീസണിലും മഴ തുടങ്ങി. സോ ഒരു കാറ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ മാറ്റിയിട്ടേക്കുവാണ്. സോ നമുക്ക് ഏതൊക്കെ വണ്ടിയെന്ന് കാണാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബൈക്സിൻ്റെ സെക്ഷനിലേക്ക് പോകാം. കാറിൻ്റെ അങ്ങോട്ട് പോകാട്ടോ. അതിന് മുമ്പ് സെക്കൻഡ് ഞാൻ കൊടുത്തിട്ട് ഹിറ്റിംഗ് എബൌട്ട് 2 or 3 months ആയെന്ന് തോന്നുന്നു. അത്യാവശ്യം എന്താണ് ക്ലച്ച് ചേഞ്ച് ചെയ്യണം എന്തോ ഒരു ഇത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് മാറ്റി വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് കുറച്ച് തേഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ്ലി പോയിട്ടൊന്നുമില്ല. ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ബട്ട് എന്നാലും കുറച്ച് കാലത്തായിട്ട് ഞാൻ എടുത്തിട്ടില്ല. സോ നമ്മുടെ 2013 മോഡൽ ഗ്ലാമർ FI. സോ ദെൻ നമ്മുടെ ബീസ്റ്റ്, നമ്മുടെ ഹോയ്സിങ് 650 GTR, ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്പോർട്ട് ബൈക്ക് ഐ ഹാവ്. സോ ബൈക്കുകളേറ്റവും CC കൂട്ടിയുള്ള ചെറുക്കനും കൂടെയാണ്. മേ ബി i20 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവറുള്ള വണ്ടി ഇതായിരിക്കും, മറ്റ് കാറുകളും വെച്ച് നോക്കുകയാണെങ്കിൽ. സോ ദാറ്റ്സ് അബൌട്ട് ഹോയ്സിങ്. ആൻഡ് നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതാണ് മാറ്റി വെച്ചാൽ മഴയത്തെടുത്തിട്ട് കാര്യമില്ല. ദെൻ നമ്മുടെ അവഞ്ചർ 220. ഇറ്റ്സ് ബീൻ അബൌട്ട് 2018 മോഡലാണ്. ഇത് 2015 മോഡലാണ്. 2018 മോഡലാണ് നമ്മുടെ അവഞ്ചർ ഇപ്പോൾ ഏകദേശം 1,00,000 കിലോമീറ്ററിനടുത്തൊക്കെ ആയി. വണ്ടി റിലയബിൾ വണ്ടിയാണ്. കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രോപ്പർ മെയിൻ്റെനൻസിൽ വണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ മിസ് ചെയ്യുന്നൊരു കാര്യം ഒരാളുണ്ട്, നമ്മുടെ NS200. അത് ചേട്ടൻ്റെ കൂടെ ഡിൻഡിഗലിലാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ബൈക്ക്. ഇത് ഷോർട്ട് വീഡിയോ കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകണം. സോ ദിസ് ഈസ് അവർ ന്യൂവസ്റ്റ് എഡീഷൻ. വണ്ടി നല്ല ലുക്കായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയത്ത് ഓടിച്ചിട്ടാണ്. സോ ഇതെൻ്റെ ഡെയിലി വണ്ടിയാണിപ്പോൾ. എൻ്റെ ഡെയിലി എന്നുള്ള രീതിയിലുള്ള വണ്ടിയാണിത്. 2018 മോഡൽ ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക്. സോ ഞാനത് യൂസ്ഡ് എടുത്തതാണ്. നെവർദലെസ് ഇപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ എന്തായാലും പറ്റത്തില്ല. സോ ഞാൻ യൂസ്ഡ് വണ്ടി എടുത്തതാണ്. സോ ഇറ്റ്സ് അബൌട്ട് 25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയായിരുന്നു. സിംഗിൾ ഓണറായിരുന്നു. സോ വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പക്ക വണ്ടി. ഡെയിലി യൂസിനും മൈലേജിനൊക്കെ സംഭവം ഓക്കെ. ദെൻ വി വിൽ ഡു എ റിവ്യൂ ആൻഡ് വീഡിയോ അബൌട്ട് ദിസ് കാർ പിന്നെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അവിടെ നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ i20, ദ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ലാത്ത എൻ്റെ ഗ്യാരേജിൽ വണ്ടി. സോ അത് 2018 ഇത് 2023 ആണ്, 22 ആണ്. യെസ് 23 ആണ്. 2023 മോഡൽ വണ്ടിയാണിത്. i20 ആസ്ത. ഓപ്ഷനല്ല, ആസ്ത. ഓപ്ഷനിൽ എന്തോ 6 എയർ ബാഗ്സ് മറ്റോ വരുമായിരുന്നു, കാരണമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. മോസ്റ്റ് പവർഫുൾ വണ്ടി എല്ലാത്തിനും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ്. മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻസി കുറവുള്ള കാർ ഇതാണ്. ബൈക്ക് ഹോയ്സിങ് തന്നെയാണ്. സോ ദെൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാണ് നമ്മൾ വൺ ആൻഡ് ഓൺലി ബീസ്റ്റ്, നമ്മുടെ ഡാറ്റ്സൺ. സോ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. 2015 മോഡൽ വണ്ടി ഡാറ്റ്സൺ ഗോ. കംപ്ലീറ്റ്ലി മോഡലായിരുന്നു. ഇപ്പോൾ നിലവിൽ വൈഡ് വീൽസും കട്ട് ഓഫ് ഇലക്ട്രോണിക് എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ. മഫ്ലർ വരെ ജസ്റ്റ് കട്ട് ഓഫ് എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്.